ദോഹയിൽ ഇന്ന് നടക്കാനിരുന്ന അമേരിക്ക ഇറാൻ സമാധാന ചർച്ചയിലെ അനിശ്ചിതത്വം തുടരുകയാണ്. ചർച്ച നടക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എന്നാൽ ചർച്ചയുടെ കാര്യം തീരുമാനിച്ചിട്ടുള്ളത് ഇറാനും പ്രതികരിക്കുകയാണ്. ലെബനോണിലെ വെടിനിർത്തൽ ഇറാൻ ചർച്ചയുമായി കൂട്ടിച്ചേർത്ത അമേരിക്കൻ നടപടിയിൽ ഇസ്രയേൽ എതിർപ്പ് തുടരുകയാണ്. എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഇതിലൊരു വ്യക്തതയില്ല എസ്കെൻ. അമേരിക്കയുമായി ഈ വരും മണിക്കൂറുകളിലെ വരും ദിവസങ്ങളിൽ ചർച്ചകൾക്ക് യാതൊരു സാധ്യതയുമില്ലെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഫൈനൽ കരാറിലേക്ക് കടക്കുന്നതിനേക്കാൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ധാരണാപത്രം നടപ്പിലാക്കുന്നതിലാണ് ഇറാൻ കൂടുതൽ മുൻഗണന നൽകുന്നതാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി പറഞ്ഞത്. അത് മാത്രമല്ല, ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളുണ്ട്, അത് ഖത്തറിലാണ്. അത് വിട്ടുകിട്ടുന്നത് ഈ മെമ്മോറാണ്ടത്തില് അത് ക്ലോസ് 11 അതിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇറാന്റെ ഒരു വിദഗ്ധ സംഘം ഈ ആഴ്ച ദോഹ സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം എസ്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ US-ഉം ഇറാനും തമ്മിൽ ഖത്തറിൽ ചർച്ച നടത്തുമെന്നാണ് ഇന്ന് പകൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അത് മാത്രമല്ല, അത് ഇറാന്റെ ആവശ്യപ്രകാരമാണ് ഈ കൂടിക്കാഴ്ച എന്നാണ്, ഈ ദോഹയിലെ ചർച്ചയെന്നാണ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് ഓവൽ ഓഫീസിൽ ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. മുൻ ചർച്ചകളൊക്കെ നയിച്ചത് സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ ട്രംപിന്റെ മരുമകൻ ജാർഡ് കുഷ്ണറുമാണ്. ഇവർ ഇതിനായി ദോഹയിലേക്ക് തിരിക്കുന്നതായിരിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇതാണ് ഇപ്പോൾ ഇറാൻ നിഷേധിച്ചിരിക്കുന്നത്. അതേസമയം ഈ ഖത്തറിലുള്ള ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളിൽ പകുതിയും ഇറാനിലേക്ക് മടങ്ങി വരുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. എന്നാൽ അമേരിക്ക പറയുന്നത് ഈ മരവിപ്പിച്ച ആസ്തികളൊന്നും ഇതുവരെ വിട്ടു നൽകിയിട്ടില്ലെന്നാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇറാൻ സംഘം ദോഹയിലെത്തുന്നുണ്ട്. അത് ഖത്തറുമായിട്ടുള്ള ചർച്ചകൾക്കാണെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഖത്തറിന്റെ കൈവശം ഇപ്പോൾ ഇറാന്റെ മരവിപ്പിച്ച ഏതാണ്ട് $1200 കോടി ആണുള്ളത്. അതിൽ പകുതിയോളം, അതായത് $600 കോടി വിട്ടു നൽകുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കാണ് ഇറാൻ പ്രതിനിധി സംഘം ഖത്തറിലെത്തുന്നത്. എന്നാൽ ഈ സംഘം അമേരിക്കൻ പ്രതിനിധി സംഘത്തെ കാണുമോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതേസമയം എസ്കെൻ, ഈ ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിനും ഒമാനും ഇറാന്റെ ഒരു മുന്നറിയിപ്പ് പോയിട്ടുണ്ട്. ഇറാൻ നേരത്തെ മൈനുകൾ അവിടെ നിക്ഷേപിച്ചിരുന്നു. ഇത് നീക്കം ചെയ്യുവാൻ ഫ്രാൻസിന്റെ ഒമാന്റെ ഒരു നീക്കമുണ്ടായിരുന്നു. അത് ഇറാൻ തള്ളിക്കളയുകയാണ്. പ്രകോപനപരമായ യാതൊരു കാര്യങ്ങൾക്കും മുതിരരുതെന്നാണ് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രി കാസിം ഗരീബാദി പറഞ്ഞത്. മൈനുകൾ നീക്കം ചെയ്യുവാനൊക്കെ ഇറാൻ അറിയാം, അതുകൊണ്ട് മറ്റൊരു രാജ്യത്തിന്റെയും സഹായം ആവശ്യമില്ലെന്നാണ് ഗരീബാദി പറയുന്നത്.